നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നാട്ടുകാർ തടഞ്ഞു. ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞത്. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. പാലപ്പിള്ളി KFRIക്ക് സമീപമാണ് കടുവ ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലും പരിയാരം മോതിരക്കണ്ണിയിലും കാട്ടാനകൾ ഇറങ്ങി നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. മലക്കപ്പാറ അടവര ഉൾവനത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. 3 ആഴ്ച പഴക്കമുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്ക് ദർശനത്തിനുള്ള ക്യൂ പുറത്തേക്ക് മാറ്റിയതിനെതിരെ CPM രംഗത്ത്. നാട്ടുകാർക്ക് ദർശനത്തിന് പ്രത്യേക പരിഗണന ഏർപ്പെടുത്തണമെന്ന് CPM ലോക്കൽ കമ്മിറ്റി. കുചേല ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. ആയിരക്കണക്കിന് ഭക്തരാണ് അവൽ പൊതികൾ സമർപ്പിച്ച് കണ്ണനെ തൊഴാനെത്തിയത്. കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് നിർമ്മാണം പൂർത്തിയായി. 17,500 ചതുരശ്ര അടിയിൽ 3 നിലകളിലായി 5.5 കോടി രൂപ ചെലവിലാണ് സോണൽ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. മരത്താക്കരയിൽ പെട്ടി ഓട്ടോയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുവാകുളങ്ങര സ്വദേശി തെക്കൂട്ട് വീട്ടിൽ ബിജു, പടവരാട് സ്വദേശി ചേലക്കര വീട്ടിൽ പൈലുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാത ചെമ്പൂത്രയിൽ സ്വകാര്യ ബസിന് പുറകിൽ കാറിടിച്ചു കയറി. പീച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ബസിന് പുറകിലാണ് കാറിടിച്ചത്. ലഹരിമുക്ത തീരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭാ ടീമും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും പ്രദർശന ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. പഞ്ചവടി ക്രിക്കറ്റ് മൈതാനത്ത് നടന്ന മത്സരത്തിൽ കോസ്റ്റൽ പോലീസ് വിജയികളായി. നിർമ്മാണം മുടങ്ങിയ കീഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചു. താന്യം പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയുള്ള പദ്ധതിക്ക് 2017 സംസ്ഥാന സർക്കാർ 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ മരണപ്പെട്ടതിനെ തുടർന്ന് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. CPM മണലൂർ ഏരിയ സമ്മേളനം 20 മുതൽ 23 വരെ പാവറട്ടിയിൽ നടക്കും. 20-ന് പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ നടക്കും. 21, 22 തീയതികളിൽ പ്രതിനിധി സമ്മേളനം, 23-ന് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ. ആശുപത്രി പരിസരം ടൈൽ വിരിക്കാനും രോഗികളുടെ കൂട്ടിയിരിപ്പുകാർക്ക് വിശ്രമമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മുതിർന്ന പൌരന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കേരള സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വയോജന അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. ജനുവരി 15-ന് സാഹിത്യ അക്കാദമി ഹാളിൽ കൺവെൻഷൻ നടത്തും. ജില്ലയിലെ ലക്ഷക്കണക്കിന് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന വനഭേദഗതി കരട് വിജ്ഞാപന ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ബിൽ കത്തിച്ച് നാളെ സമരം നടത്തും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലും വൈകിട്ട് കളക്ടറേറ്റിന് മുന്നിലും സമരം നടത്തും. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 21 മുതൽ 25 വരെ കൊടുങ്ങല്ലൂർ ശൃംഗപുരം ശിവക്ഷേത്ര പരിസരത്ത് ശ്രീവിദ്യാ മഹായാഗം നടത്തും. 21-ന് വൈകിട്ട് യജ്ഞശാലയിൽ ദീപം തെളിയും. അഴീക്കോട് മുനയ്ക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ET ടൈസൺ MLA അറിയിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. എറിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ വാട്ടർ ATM സ്ഥാപിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജിയെ അനുസ്മരിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഹോട്ടലിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി കൈമാറി. ചന്ദ്രാപിന്നി മർവ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയ പട്ടാമ്പി സ്വദേശിനി ജുവേരിയുടെ 1 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത പതാക ഉയർത്തി. പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷം 20, 21, 22 ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിളംബര ഘോഷയാത്ര, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ 3 ദിവസങ്ങളിലായി നടക്കും.
കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവ് പുറമ്പോക്ക് ലേലം റെക്കോർഡ് ഭേദിച്ചു. 56,17,000 രൂപയ്ക്കാണ് കോതവറമ്പ് സ്വദേശി ടി.കെ. അജിതൻ ലേലമുറപ്പിച്ചത്. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും പ്രമാണികത്വം വഹിച്ചു. നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. നടത്തറ രാജനും മച്ചാട് കനകനും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. അംഗപരിമിതിന് പുതിയ കാർ നൽകുന്നതിൽ കാലതാമസം വരുത്തിയ കാർ വ്യാപാരിക്ക് പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കോടതി. ചാലക്കുടിയിലെ വാഹന വ്യാപാരിയായ മാരുതി സുസുക്കി അരേന എന്ന സ്ഥാപനത്തിനാണ് ജില്ലാ ഉപഭോക്തൃ കോടതി നിർദ്ദേശിച്ചത്. കേരള സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണത്തല KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് മുസ്രീസ് ക്രിസ്തുമസ് കാർണിവൽ 21 മുതൽ 29 വരെ നടക്കും. കോട്ടപ്പുറം രൂപത ബിഷപ്പ് മാർ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പ്രൊഫഷണൽ CLCയുടെ ആഭിമുഖ്യത്തിൽ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ നടത്തുന്ന മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 21-ന് ടൗൺ ഹാൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കരോൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. CPIM ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവും കോലഴി പഞ്ചായത്ത് അംഗവുമായിരുന്ന KJ ചാണ്ടിയുടെ 6ാം ചരമവാർഷികം കോലഴി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയാണ് തിരിച്ചുപോയത്. വാളയാർ കേസിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഒല്ലൂർ സ്വദേശി അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ നിയമിച്ചു. 33 വർഷത്തിലധികമായി അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന പയസ് മാത്യു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായും ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റിസോർട്ട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ SN പുരത്തെ പ്രവാസി സംരംഭകനിൽ നിന്ന് 80 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. ഇവ പ്രൊജക്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ KS പ്രസാദ്, അമ്മിണി പ്രസാദ് എന്നിവർ പലപ്പോഴായി 80 ലക്ഷം രൂപ കൈപ്പറ്റി കബളിപ്പിച്ചതായാണ് ആരോപണം. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. 20 മുതൽ 23 വരെ പാവറട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം. അരിമ്പൂരിൽ വിവിധ ഉത്സവ കമ്മിറ്റികളിൽ നിന്നായി 17 സെറ്റ് കാവടി ഘോഷയാത്രകൾ അണിനിരന്ന ധനുപൂയാഘോഷം വർണ്ണാഭമായി. ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ, സെക്രട്ടറി KS രമേശ് എന്നിവർ നേതൃത്വം നൽകി. AITUC നടത്തിയ തൊഴിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി കോടാലി ദേശം ആൽത്തറ സെറ്റ് ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. കുമാർ മാട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് PS നിതിൻ അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുമസ് നവവത്സരത്തെ വരവേൽക്കുവാനായി വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി സമൂഹവും സെന്റ് ഫ്രാൻസിസ് ഇടവകയും നേതൃത്വം നൽകുന്ന നത്താലെ ഫെസ്റ്റ് 24-ന് നടത്തും. വൈകിട്ട് ഓട്ടുപാറ സെന്ററിൽ നിന്നും കരോൾ ഘോഷയാത്ര ആരംഭിക്കും. ജനുവരി 17-ന് 1 ലക്ഷം തൊഴിലാളികളെ അണിനിരത്തി നടക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ ജാഥയുടെ പ്രചരണാർത്ഥം AITUC പ്രക്ഷോഭ ജാഥയ്ക്ക് പെരിങ്ങോട്ടുകര സെന്ററിൽ സ്വീകരണം നൽകി. യോഗത്തിൽ CR മുരളീധരൻ അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് പതാക ഉയർത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.